ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കുമ്പളങ്ങ മോരുകറിയാണ്. അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുമ്പളങ്ങയുടെ പകുതി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ നാളികേരം മുഴുവനായും ചിരവിയെടുത്തതാണിത്. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും, ഒരു വലിയ നീലം മാങ്ങ തോല് കളഞ്ഞ് ചെത്തിയെടുത്തതാണ്. 1 ഗ്ലാസ് കട്ടത്തൈര്, അത്യാവശ്യം പുളിയുള്ളതും. ഇത് അടുപ്പത്താണ് പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൽച്ചട്ടി ഉപയോഗിക്കണം, അത് നിർബന്ധമാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും, നല്ല തീയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം അത്യാവശ്യം വേണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇതിന് നമുക്ക് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാറിൽ നമുക്ക് ഈ നാളികേരം അരച്ചെടുക്കാം. മുളക് പൊടിയും ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ 1 ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചു കൊടുക്കുക. തൈരും അരപ്പും കൂടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ കൂട്ടാൻ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കുമ്പളങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങയ്ക്കും നല്ല വേവുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇതിൽ കടന്ന് വേവട്ടെ. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളും മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല കൊഴുത്ത കറിയായി വന്നിട്ടുണ്ട്. ഇത് ചെറു തീയിൽ 5 മിനിറ്റ് വെട്ടി തിളക്കട്ടെ. അപ്പം നമുക്ക് തീയൊക്കെ ഒന്ന് പിരിച്ചു വയ്ക്കാം. ഈ ചെറു തീയിൽ ഇത് അങ്ങ് തിളയ്ക്കാൻ ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മറക്കാതെ ചേർക്കേണ്ട ഒരു സാധനമാണ് ഒരച്ച് ശർക്കര. ഇതും ചെറു തീയിൽ 5 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ ഈ ശർക്കര ഉരുകി ഈ ഒരു കറിയോടുകൂടി ചേർന്നിട്ടുണ്ടാവും. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലെ ശർക്കരയെല്ലാം കറിയോടുകൂടി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമുക്കിത് ഇറക്കി വെക്കാം. നല്ല മുറുക്കം പിടിച്ച് വേണം ഇറക്കാൻ. നല്ല തുണി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് കൈ പൊള്ളും. നല്ല കൊഴുത്ത കറിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. ഇനി നമുക്ക് ഈ മോരുകറിയിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 2 മുളക്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില, ഇത് നമുക്ക് നല്ലതാണ്. നല്ലോണം പൊട്ടിയ ശേഷം ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കറിക്കൊരു മണവും ഉണ്ടാവും. 2 ദിവസം വരെ ഈ കറി കേടുവരാതെ ഇരിക്കും, കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് കൊട്ടാം. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി കറിയാണ്.
നിങ്ങളത് പരീക്ഷിക്കണം. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കണ്ട. ഈ കറിയിൽ വെള്ളം ആറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ കുമ്പളങ്ങയും മാങ്ങയും നല്ല പോലെ വേവണം, അല്ലെങ്കിൽ വെള്ളം വേറെ കഷ്ണം വേറെ നിൽക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല കൊഴുപ്പോട് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്.